ബലിപ്പെരുന്നാൾ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണെന്ന് പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണെന്ന് കാണിക്കുന്നത് കൂടിയാണ് പെരുന്നാൾ ആഘോഷമെന്നും മുനവറലി ശിഹാബ് തങ്ങൾ. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീമിന്റെ റിപ്പോർട്ട്. പെരുന്നാൾ ദിനത്തിൽ പാണക്കാട് മുനവറലി തങ്ങൾ 24 ചേരുകയാണ്. ഇന്ന് വിശ്വാസികളൊക്കെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈ പെരുന്നാൾ സന്തോഷത്തിൽ എന്താണ് പറയാനുള്ളത്? പെരുന്നാൾ വിശ്വാസികൾക്ക് എന്നും സന്തോഷമാണ്. പക്ഷെ ബലി പെരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ അത് സന്തോഷത്തേക്കാൾ കൂടുതൽ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവർ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു പല രീതിയിലും അവരെ പരീക്ഷിച്ചു, അതിലൊക്കെ വിജയിക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും വിജനമായ സ്ഥലത്ത് ഉപേക്ഷിക്കാൻ വേണ്ടി കൽപ്പിച്ചു. അത് ഒരു അള്ളാഹുവിൻ്റെ വിധിയാണെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ അത് നിങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഹാജറ ബീവി അള്ളാഹു തആല അൻഹ അവർ പറയുകയുണ്ടായി, അത് നിങ്ങൾ അള്ളാഹു കൽപ്പിച്ചെങ്കിൽ നിങ്ങളത് സ്വീകരിക്കുക. അപ്പം അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും സ്വീകരിച്ചുകൊണ്ട് തൻ്റെ മകനെ അറക്കാൻ പറഞ്ഞപ്പോൾ അതിന് അദ്ദേഹം തയ്യാറായി. അപ്പോൾ ഇങ്ങനെ എല്ലാത്തിനും ദൈവത്തിന് വേണ്ടി എല്ലാം സമർപ്പിച്ചപ്പോൾ ദൈവം നൽകിയ വലിയൊരു അംഗീകാരമാണ് തീർച്ചയായും ഈ ഒരു ബലിപ്പെരുന്നാൾ ദിനത്തിൽ നമുക്ക് ഓർമ്മ വരുന്നത്. കാരണം അത് ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ പോകുന്ന വിശ്വാസികൾക്ക് ദൃഷ്ടാന്തമായി അവരുടെ ജീവിതം ഒരു വലിയ ഓർമ്മകളായി ദൃഷ്ടാന്തമായി നമുക്ക് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി എല്ലാം അർപ്പിക്കുക. ഈ ഒരു ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നെട്ടോട്ട് കൂടുമ്പോൾ അതിനേക്കാളപ്പുറത്ത് ദൈവത്തിൽ വിശ്വസിക്കുകയും തൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിൽ നിന്നുള്ള വലിയ അംഗീകാരം സ്വീകാര്യതയും ലഭിക്കുക എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ഒരു ബലിദിനത്തിൽ ബലിപ്പെരുന്നാൾ ദിനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുത. ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം പിന്നീട് അറക്കുന്നതിൽ നിന്നും പിന്മാറുകയായിരുന്നല്ലേ? അതെ, അത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് അത് അറക്കാൻ വേണ്ടി അവർ തുനിയുകയും പിന്നീട് മറ്റൊരു മാർഗത്തിലൊരു മൃഗത്തെ കാണിച്ചു കൊടുക്കുകയും അതിനെ അറക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രത്തിൽ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇത് തീർച്ചയായും നമുക്കൊക്കെ ഈ ഒരു ബലിപെരുന്നാളിൽ നമ്മുടെയൊക്കെ മനസ്സിൽ, കാരണം ഹജ്ജാണ് ബലിപെരുന്നാളിൻ്റെ മറ്റൊരു അതിൻ്റെ ഒരു പശ്ചാത്തലം. ഹജ്ജ് അറഫ എന്ന് പറയുന്ന ലോക മുസ്ലിങ്ങൾ ഒന്നിച്ച് ഒരേ മന്ത്രം മോദി ഒരേ വസ്ത്രം ധരിച്ച് ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ സന്ദേശം ലോകത്തിന് നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ മനുഷ്യർ ആരാണെങ്കിലും, അവർ രാജാവാണെങ്കിലും അതുപോലെ സമ്പന്നരാണെങ്കിലും ദരിദ്രരാണെങ്കിലും അവരൊക്കെ ഒരേ വസ്ത്രം അണിഞ്ഞുകൊണ്ട് ഒരേ നിരത്തിൽ അണിനിരന്നുകൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ കൈ ഉയർത്തുന്ന ആ ഒരു മനുഷ്യൻ്റെ ഒരു സമത്വം അതുകൂടി കാണിക്കുകയാണ് ഈ ഒരു ദിനത്തിൽ. അപ്പോൾ അത് തീർച്ചയായും മനുഷ്യൻ തമ്മിലുള്ള ആ ഒരു സമത്വം നമുക്ക് ജീവിതത്തിലും നമ്മുടെ ജീവിത പശ്ചാത്തലത്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നുകൂടിയാണ് എന്നുള്ളതാണ് ഈ ഒരു ദിനത്തിൽ നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ള സന്ദേശം. എല്ലാ മേഖലയിലുള്ള ആളുകളും ഒരുപോലെ പെരുന്നാൾ ആഘോഷിക്കുന്നു എന്നുള്ളതാണ് പെരുന്നാളിൻ്റെ പ്രത്യേകത എന്നാണ് മുനവറലി തങ്ങൾ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം.